ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ കോതമംഗലം. നമ്മൾ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ബുദ്ധിവികാസത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് മൂന്നാമത്തെ പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിരുന്നു എന്താണ് ബുദ്ധിവികാസം എന്നുള്ളതും ഈ ബുദ്ധിവികാസം എങ്ങനെയാണ് നടക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായ പെർസെപ്ഷനും സെൻസേഷനും പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് അടുത്തത്, അതായത് ആശയ രൂപീകരണം, കൺസെപ്റ്റ് ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഈ പഠന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം നമ്മുടെ ആശയ രൂപീകരണത്തിനാണ് ഉള്ളത്. വളരെ സങ്കീർണമായ മാനസിക പ്രക്രിയയിലൂടെയാണ് ആശയ രൂപീകരണം നടക്കുന്നത്. അപ്പോൾ നമുക്കതിനൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ജീവികളുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണ് എന്ന ആശയം നമുക്ക് 2ാം ക്ലാസ്സിലെ കുട്ടികളിൽ വികസിപ്പിക്കാൻ എന്തെല്ലാം മാനസിക പ്രക്രിയകളിലൂടെ പോകണമെന്ന്, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താ, നമ്മൾ ജീവികളെ കാണുന്നു. അതായത് ജീവികളെ കാണുന്നുള്ളത് നമ്മൾ സെൻസ് ചെയ്തു അല്ലേ. അപ്പോൾ അതിന് നമുക്ക് സംവേദന എന്ന് പറയാം. ഈ പ്രത്യക്ഷതകൾ, അതായത് സഞ്ചാര രീതിയിൽ ഉൾപ്പെടെ എന്ത് കാര്യങ്ങൾ പറയുന്നു, പ്രത്യേകതകൾ നമ്മൾ പറയുകയാണ്. അപ്പോൾ അതായത് പ്രത്യക്ഷത, അതായത് നമ്മൾ കണ്ട വിവരത്തെ ആസ്പദമാക്കി നമ്മൾക്ക് ഉള്ളിൽ നിലവിൽ വന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയണം, പെർസെപ്ഷൻ അഥവാ പ്രത്യക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സംവേദനത്തിലൂടെ പോകുന്നു, അതായത് ജീവികളെ കാണുന്നു. 2ാമത്തെ സ്റ്റേജ് ആയപ്പോഴത്തേക്ക് അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് പറയുന്നു, അതായത് പ്രത്യക്ഷണത്തിലെത്തി. ഇതാണ് ഓരോ പ്രത്യേകതയുള്ള കൂട്ടങ്ങളാക്കുന്നു, അതായത് അവരെ കാറ്റഗറൈസ് ചെയ്യാൻ പഠിക്കുന്നു, അതായത് വർഗീകരണത്തിലേക്ക് പോകുന്നു. എല്ലാ ജീവികളിലും ഒരേ രീതിയിലല്ല സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ജീവികളുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണെന്ന് കുട്ടി മനസ്സിലാക്കുന്നു. ഇതിനെ സാമാന്യവൽക്കരണം. അപ്പം ഒരു ആശയം രൂപീകരിക്കണമെങ്കിൽ ഏതെല്ലാം സ്റ്റേജിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം. അപ്പം ഈ ഒരു സാമാന്യവൽക്കരണം, ഇതൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് എന്താണ് ഒരു ആശയ രൂപീകരണമാവുന്നത്. എന്താണ് ആശയം, കൺസെപ്റ്റ് എന്നാൽ എന്താണെന്ന് നോക്കാം. ഒരു വസ്തു എന്താണെന്നുള്ള യഥാർത്ഥ ധാരണയാണ് ആശയം അഥവാ കൺസെപ്റ്റ് എന്ന് നമുക്ക് പറയാം അല്ലേ. എന്താണ്, നമുക്ക് ഒരു സാധനത്തെക്കുറിച്ച്, ഒരു വസ്തുവിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ആശയം അഥവാ കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ്. എന്നാൽ മനഃശാസ്ത്രത്തിൽ നമ്മൾ ആശയത്തെ നിർവചിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വസ്തുവിനെ കുറിച്ച് അറിയാവുന്ന വസ്തുക്കളുടെ ആകെ തുകയാണ് ആശയം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വസ്തുവിനെ കുറിച്ച് അറിയാവുന്ന വസ്തുക്കളുടെ ആകെ തുകയാണ് ആശയം എന്നാണ്. അതായത് സംഭവങ്ങളുടെയും വസ്തുക്കളുടെയും വ്യക്തിയുടെയും ലോകത്തു നിന്നും പൊതുവായ സവിശേഷതകളും ബന്ധങ്ങളും വേർതിരിച്ചിടുന്ന പ്രക്രിയയാണ് ആശയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഹമേഴ്ഷ്യൻ എന്ന സൈക്കോളജിസ്റ്റ് ആണ്. അപ്പം നമുക്കറിയാം, ആശയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വസ്തുവിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ആ വ്യക്തമായ ധാരണയെ ആശയം എന്ന് പറയാം. ഈ സൈക്കോളജിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ, മനഃശാസ്ത്രത്തിൽ നമ്മൾ പറയുന്നത് എങ്ങനെ, ഒരു വസ്തുവിനെ കുറിച്ച് ചെറിയ ധാരണയൊന്നും പോരാ, എന്താ അതിൻ്റെ ഫുള്ളായിട്ട് അതിനെക്കുറിച്ച് ഡെപ്തിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞാൽ അതിൻ്റെ ആകെ തുകയാണ് നമ്മൾ എന്ത് പറയണേ, ആശയം എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ ഒരു പറയുകയാണെങ്കിൽ സംഭവം ആവാം, വസ്തുക്കളെ ആവാം, വ്യക്തികളെ ആവാം, ലോകത്തിനെ. അപ്പോൾ എല്ലാ ഇതും ബന്ധപ്പെട്ട് വേർതിരിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്ന ഒരു പ്രക്രിയയാണ് ആശയം എന്ന് ഹമേഴ്ഷ്യൻ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ആശയമെന്നും ആശയ രൂപീകരണം എങ്ങനെയാണ് നടക്കുന്നതെന്നും നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാം യുക്തിചിന്ത എന്ന് പറഞ്ഞാൽ എന്താ, റീസണിങ്. അത് റീസണിങ് എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും റീസണിങ്, അതായത് ബുദ്ധിപരമായി വളരെ ഉയർന്ന പ്രക്രിയയാണ് നമ്മൾ യുക്തിചിന്തനം എന്ന് പറയുക അഥവാ റീസണിങ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതിന് പരിഹാരം നടത്താൻ യുക്തിചിന്തന ആവശ്യമായി വരുന്നു. അതായത് നമുക്കൊരു പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു കേസ്, ഇപ്പം ടീച്ചർ ഇപ്പോൾ ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല, അപ്പോൾ നമ്മൾ എന്തു പറയും, യുക്തിപരമായിട്ട് അതിൻ്റെ ആൻസർ പറയൂലേ, അതിനെയാണ് നമ്മൾ യുക്തിചിന്ത എന്ന് പറയുന്നത്. അതായത് നമുക്കത് ചിന്തിച്ചിട്ട് അതിനൊരു ഉത്തരം അല്ലെങ്കിൽ അതിനെ ഒരു പരിഹരിക്കാൻ പറ്റുന്നതായിരിക്കണം എന്ത്, യുക്തിചിന്തനം എന്ന് പറയുന്നത്. അത് മനുഷ്യന് മാത്രം കിട്ടിയിട്ടുള്ള ഒരു കഴിവാണ് എന്ത്, യുക്തിചിന്തനം എന്ന് പറയുന്നിട്ടാണ്. ഇനി യുക്തിചിന്തനത്തെക്കുറിച്ച് പല സൈക്കോളജിസ്റ്റുകളും പലതരത്തിലുള്ള നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പം ഗേറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന
സൈക്കോളജിസ്റ്റ് നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭൂതകാല അനുഭവങ്ങളെ പ്രശ്നപരിഹാരത്തിനായി പുതിയ രീതിയിൽ ക്രമീകരിക്കുകയും യോജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചിന്തയാണ് യുക്തിചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഗേറ്റ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭൂതകാല അനുഭവങ്ങളെ പ്രശ്നപരിഹരണത്തിനായി പുതിയ രീതിക്ക് ക്രമീകരിക്കുകയും യോജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് മെത്തേഡിനെയാണ് നമ്മൾ യുക്തിചിന്ത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും ഒന്നുകൂടി കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടൊന്ന് നിർവചിച്ചിട്ടുണ്ട്: ലക്ഷ്യത്തോടു കൂടിയുള്ള ഘട്ടം ഘട്ടമായ ചിന്തയാണ് യുക്തിചിന്ത എന്ന് ഉള്ളത്. ഓക്കെ. റീസണിങ്ങിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അപ്പോൾ നമ്മൾ സംഭവങ്ങളുടെ കാരണത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ആദ്യം യുക്തിചിന്ത അല്ലെങ്കിൽ റീസണിങ്ങിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ സംഭവങ്ങളുടെ കാരണത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. സെക്കൻഡ് വൺ കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കും. തേർഡ് വൺ പ്രശ്നപരിഹാരത്തിനുള്ള ഉപാധിയാണ്. ഫോർത്ത് വൺ ഉൾക്കാഴ്ചയുള്ള വിവരമായി പ്രവർത്തിക്കുന്നു. ദെൻ വസ്തുക്കൾ ഗ്രഹിക്കുന്ന പ്രക്രിയയാണ്. പ്രതീകാത്മകമായ പ്രവർത്തനമാണ്. ഭൂതകാല അനുഭവങ്ങളും അറിവും സ്വാധീനിക്കുന്നു. ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. മാനസിക പ്രക്രിയയാണ്. യുക്തിചിന്ത ആഗമനപരമോ നിഗമനപരമോ ആയിരിക്കാം, അതായത് ഇൻഡക്റ്റീവ് ഓർ ഡിഡക്റ്റീവ് ആയിരിക്കാം. പരിപക്വനം അനുഭവം, ബന്ധങ്ങൾ, ബുദ്ധി, ശ്രദ്ധ, ഭാവന, അറിവ് എന്നിവയൊക്കെ യുക്തിചിന്തയെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി നമുക്ക് ടീച്ചർ എന്ന നിലയിൽ, ഇപ്പം നിങ്ങൾ ടീച്ചറാകാൻ പോകുന്ന കുട്ടികൾ, അപ്പോൾ യുക്തിചിന്തയെ എങ്ങനെയെല്ലാം പ്രോത്സാഹിപ്പിക്കാം? പ്രശ്നങ്ങൾ കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കണം. ദെൻ പ്രശ്നബോധം ഉണ്ടാക്കാൻ സഹായിക്കണം. താല്പര്യമുള്ള കാര്യങ്ങളുമായി പ്രശ്നത്തെ ബന്ധപ്പെടുത്തണം. പരികൽപ്പന, നിരീക്ഷണം, പരീക്ഷണം എന്നിവ അടിസ്ഥാനമാക്കാൻ സഹായിക്കണം. പ്രൊജക്റ്റ് രീതി, സംവാദം, സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കുക. പരിസരത്തെക്കുറിച്ച് പഠിക്കാൻ കുട്ടിക്ക് അവസരം നൽകണം. അനുഭവങ്ങൾ ഉദ്ദീപിക്കുകയും അറിവ് വളർത്തുകയും വേണം. ആഗമന നിഗമന രീതികൾ പ്രശ്നപരിഹാരത്തിന് അവലംബിക്കാൻ സഹായിക്കേണ്ടതാണ്. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് യുക്തിചിന്തനം അഥവാ റീസണിങ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രശ്നപരിഹാരം അല്ലെങ്കിൽ പ്രശ്നപരിഹരണം എന്നാൽ എന്ത്? പ്രോബ്ലം സോൾവിങ്. പ്രശ്നപരിഹരണം എന്നാൽ എന്താണ്? പ്രോബ്ലം സോൾവിങ്. ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലേ. മായയ്ക്ക് ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടി. ക്ലാസ്സിലെ മിക്ക കുട്ടികളും പഠനത്തിൽ പിന്നോക്കമാണ്. മായ രക്ഷിതാക്കളുടെ യോഗം വിളിച്ചു. യോഗ ദിവസം ഒരു രക്ഷിതാവ് പോലും വന്നില്ല. തുടരന്വേഷണത്തിൽ മായയ്ക്ക് മനസ്സിലായി ആ സ്കൂളിൽ PTA അല്ലെങ്കിൽ യോഗം വിളിച്ചാൽ തന്നെ ആരും വരികയോ ചെയ്യാറില്ല എന്ന് ടീച്ചർക്ക് മനസ്സിലായി. കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം അത്യാവശ്യമാണു താനും. എന്തു ചെയ്യുമെന്നും മായ ആലോചിച്ചു. എന്തായിരിക്കും ചെയ്തിരിക്കുന്നത്? നിങ്ങളൊന്ന് പറയുക, ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പ്രശ്നപരിഹരണ ഘട്ടത്തിൽ നമുക്ക് ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അത് ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ദ പ്രശ്നം തിരിച്ചറിയൽ. പ്രോബ്ലം സോൾവിങ് സ്കിൽ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നാണ് ആദ്യം നമുക്ക് വേണ്ടത്. ഐഡൻറ്റിഫൈയിങ് ദ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ പ്രശ്നം നിർവചിക്കൽ, ഡിഫൈനിങ് ദ പ്രോബ്ലം. ആ പ്രോബ്ലം എന്താണോ, ആ പ്രശ്നം എന്താണോ അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ സൂക്ഷ്മതലത്തിൽ കൃത്യതപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ദെൻ മൂന്നാമത് ഹൈപ്പോത്തസിസ് ഫോർമേഷൻ, അതായത് നിലവിലുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തെ അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്ന ചില പരിഹാര മാർഗങ്ങളുണ്ട്. അതിനെയാണ് പരികൽപ്പനയുടെ രൂപീകരണം അഥവാ ഹൈപ്പോത്തസിസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫോമിങ് സ്ട്രാറ്റജീസ്, അതായത് നമുക്ക് പ്രശ്നപരിഹാരത്തിന് ഉചിതമായ ഏതെങ്കിലും രീതികൾ സ്വീകരിക്കാം. ഇതൊക്കെ എന്തിലാണ്? മെത്തഡോളജി. ഈ കാര്യങ്ങളെല്ലാമാണ് പ്രശ്നപരിഹാര തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യൽ അഥവാ ഫോമിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ദെൻ നിർവഹരണം അല്ലെങ്കിൽ വിവരശേഖരണം, നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രശ്നപരിഹരണത്തിന് ആവശ്യമായിട്ട് അല്ലെങ്കിൽ അത് കൃത്യതയോടെ നടക്കുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വിവരങ്ങൾ ശേഖരിക്കണം. ദെൻ വിലയിരുത്തൽ അഥവാ അപഗ്രഥനം, നിഗമനം. നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റെപ്പുകളും അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു പരിഹാരത്തെ എന്ത് ചെയ്യണം? വിലയിരുത്തുകയാണ് ചെയ്യേണ്ടത്.